പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഡിപ്രീസിയേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അക്കൗണ്ടിങ് ബേസിക്സ് എന്താണ്, ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക, റൂള് ഇല്ലാതെ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രി എഴുതാം, ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ എന്താണ്? തേയ്മാനം എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ തേയ്മാനം എന്ന് പറയും. അതായത് അതിൻ്റെ വാല്യൂ എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു അസറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ 1/4/2022 നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ മെഷീനറി വാങ്ങിക്കുന്ന സമയത്ത് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയണതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50,000 ആണെന്ന് വിചാരിക്കാം. 1/4/2022 നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ അതിൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നത് 50,000 ആയിരുന്നു. ഇനി നമുക്ക് ഇത് നമ്മൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ആഫ്റ്റർ 5 ഇയേഴ്സ് നമ്മൾ ഈ മെഷീനറി എന്താണ് ചെയ്യാൻ പോണത്? 5 വർഷം നമ്മൾ ഈ മെഷീനറി ഉപയോഗിച്ചു. 5 വർഷത്തിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ മെഷീനറി എന്താണ്? വിൽക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയണത്, അതായത് 5 വർഷം കഴിഞ്ഞ് 50,000 വാങ്ങിച്ചിട്ടുള്ള ഒരു മെഷീനറി 5 വർഷം കഴിഞ്ഞ് നമ്മളത് വിറ്റു. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയണത് 20,000 ആണ് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളിപ്പോൾ ഒരു കാറോ ബൈക്കോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ തന്നെ കിട്ടുമോ? വാങ്ങിയ വില കിട്ടുമോ? ഇല്ല, അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണത്? നമ്മൾ 50,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് 5 വർഷം കഴിഞ്ഞ് വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയുള്ളൂ? 20,000 രൂപയാണ് കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 30,000 രൂപയാണ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾക്ക് ആ ഡിപ്രീസിയേഷൻ കിട്ടിയത്? 50,000 മൈനസ് 20,000, അതായത് 30,000 രൂപയാണ് അതിന് തേയ്മാനം വന്നിരിക്കുന്നത്. ആ വില കുറച്ചിട്ടുള്ള വാല്യൂ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഡിപ്രീസിയേഷൻ? അതായത് 50,000 മൈനസ് 20,000. അപ്പോൾ എത്രയാണ് വരിക? 30,000 ആണ് എന്ത്? ഡിപ്രീസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 50,000 രൂപയ്ക്ക് ഒരു അസറ്റ് വാങ്ങിച്ചു, അത് നമ്മൾ 5 വർഷം കഴിഞ്ഞ് 20,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 30,000 രൂപയാണ് അതിന് വന്നിട്ടുള്ള തേയ്മാനം എന്ന് നമ്മളെന്താ പറയുക? ഡിപ്രീസിയേഷൻ എന്താണ്? തേയ്മാനം എന്ന് പറയുക. അപ്പോൾ നമുക്കൊക്കെ അറിയാം ഇതെന്താണ്, നമ്മളെവിടെയാണ് ഇത് കാണിക്കുക? ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്, അല്ലേ? ഒരു ചിലവാണ്. കാരണം 50,000 രൂപയ്ക്ക് വാങ്ങിച്ചുള്ള ഒരു അസറ്റ് നമുക്ക് വിറ്റപ്പോൾ 20,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 30,000 രൂപ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എവിടെ കാണിക്കണം? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇവിടെ എന്താണ്? ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കണം? ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ കാണിക്കണം. അപ്പോൾ ഈ 30,000 രൂപ എന്താണ്? നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഇത് ചിലവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണ് എന്ത്? 30,000 കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് 5 വർഷത്തേക്കും കൂടിയുള്ള ഡിപ്രീസിയേഷനാണ് ഈ 30,000 എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കാണണമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ കാണണം എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണ്? 30,000 ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ എത്രയാണ്? യൂസ്ഫുൾ ഇയേഴ്സ്. എത്രയാണ്? 5 വർഷമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നമുക്ക് എന്താണ് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ് 6000 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്ന് നിങ്ങൾക്കിപ്പോൾ എക്സാമിന് കാണാൻ പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കാണാൻ പറയുമ്പോൾ ഈ ഒരു വാക്കുകളൊന്നും ആയിരിക്കില്ല അവിടെ ഉപയോഗിക്കുക. അപ്പോൾ എക്സാമിന് ഒരു പ്രോബ്ലം തന്നിട്ട് അതിലെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് പറയുക ടോട്ടൽ കോസ്റ്റ് എന്നാണ് പറയുക. ടോട്ടൽ കോസ്റ്റ്, അതായത് മെഷീനറിയുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് 50,000 ആണ്. അപ്പോൾ 50,000 കാണിച്ചു. യൂസ്ഫുൾ ഇയേഴ്സ്, ഇപ്പോൾ യൂസ്ഫുൾ ഇയേഴ്സ് എത്രയായിരുന്നു? 5 ഇയേഴ്സ് ആയിരുന്നു. അപ്പോൾ യൂസ്ഫുൾ ഇയേഴ്സ് 5 ഇയേഴ്സ് എന്നുള്ളത് അടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പറയാം നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എന്നാണ് പറയുക. അതായത് എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീനറി വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുക. അതായത് ഈ 50,000 മെഷീനറി 5 വർഷം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, അതാണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 20,000 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് പറയുക? ആനുവൽ ഡിപ്രീസിയേഷൻ കാണാനാണ് പറയുക. ടോട്ടൽ ഡിപ്രീസിയേഷൻ അല്ല. ടോട്ടൽ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമുക്കറിയാം 50,000 നിന്ന് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഒരു കൊല്ലത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 50,000 ആണ്. 50,000 മൈനസ് എത്രയാണ്? സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എത്രയാണ്? 50,000 മൈനസ് 20,000 എന്ന് പറഞ്ഞാൽ 30,000 ആണ്. 30,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 6,000 ആണ് വരിക. അപ്പോൾ 6,000. അപ്പോൾ നമുക്ക് നേരത്തെയും ഈ വാല്യൂ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ നമ്മളിവിടെ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും 2 മെത്തേഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തെ ആണെങ്കിൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.